ഈ കൊടുത്തിരിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് കോഡിന്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഒരു ഗ്രീറ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അകത്തൊരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റും പിന്നെ ഒരു ഒബ്ജക്റ്റും റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ പുറത്ത് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് അൺഡിഫൈൻഡ് ആണ്. ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഈ ഒബ്ജക്റ്റ് ആയിരുന്നല്ലേ? ഇതിന്റെ റീസൺ ഓട്ടോമാറ്റിക് സെമിക്കോളൻ ഇൻസേർഷൻ ഫീച്ചർ ആണ് ജാവാസ്ക്രിപ്റ്റിലെ. ഡെവലപ്പേഴ്സ് കോഡിലെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് സെമിക്കോളൻ ഇട്ടിട്ടില്ലെങ്കിൽ പാഴ്സിംഗ് ടൈമിൽ സ്റ്റേറ്റ്മെന്റിന്റെ എൻഡിൽ ജാവാസ്ക്രിപ്റ്റ് ഈ സെമിക്കോളൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസേർട്ട് ചെയ്യും. ഇപ്പൊ ഈ എക്സാമ്പിളിൽ തന്നെ ഇവിടെ ഈ ലൈൻ ബ്രേക്ക് ഉള്ളതുകൊണ്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഡീഫാൾട്ട് ആയിട്ട് ഒരു സെമിക്കോളൻ ഇൻസേർട്ട് ചെയ്യും. റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താ? അത് കഴിഞ്ഞിട്ട് വരുന്ന കോഡ് അൺറീച്ചബിൾ ആയിരിക്കും അല്ലേ? അതുകൊണ്ട് ഈ കോഡ് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവിടെ അൺഡിഫൈൻഡ് റിട്ടേൺ വന്നത്. ഇനി ഇവിടെ ഞാൻ ഈ ലൈൻ ബ്രേക്കിനെ റിമൂവ് ചെയ്തിട്ട് ഇത് സെയിം ലൈനിൽ തന്നെ കൊടുക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആ ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ വരുന്നത്. ജാവാസ്ക്രിപ്റ്റ് ആക്ച്വലി ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അങ്ങനെയാണെങ്കിലും നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് സെമിക്കോളൻ ഇട്ട് പ്രാക്ടീസ് ചെയ്യുക.